ഗായ്സ് ഈ കാണുന്ന ജീപ്പ് റൂബിക്കോണും കൊണ്ട് നമ്മളൊരു പൊളിക്കാൻ വേണം. ഓഫ് റോഡ് വണ്ടിയാണ്, കംപ്ലീറ്റ്ലി സ്റ്റോക്കാണ് കേട്ടോ. നമ്മൾ വാങ്ങിച്ച ഉടനെ കൊണ്ടിറങ്ങിയതാണ്, നമ്മൾ മോഡൊന്നും മാറ്റിയിട്ടില്ല. അതുപോലെ തന്നെ എഞ്ചിനൊന്നും നമ്മൾ റീട്യൂൺ ചെയ്തിട്ടില്ല, ടയറൊന്നും മാറ്റിയിട്ടില്ല. ഇതെല്ലാം കമ്പനിയിൽ നിന്ന് ഇറക്കണ ആ ഒരു സെയിം സാധനം അങ്ങനെ കൊണ്ട് ഇറക്കിയത് നമ്മൾ നേരെ വെള്ളത്തിലാണ് ഗൈസ്. വെള്ളത്തിൽ ഇറക്കി നമ്മൾ മല കയറ്റണമല്ലോ. അപ്പം മല കയറ്റണതിന് മുമ്പേ നമ്മൾ വെള്ളത്തിൽ കൊണ്ട് ഇറക്കിയതാണ്. പക്ഷേ വെള്ളം തന്നെ മലയായിപ്പോയി ഗൈസ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നല്ല വേനലുള്ളത് കൊണ്ട് ഇവിടെ വെള്ളമൊക്കെ കുറവാണ്ട, ഇല്ലെങ്കിൽ എൻ്റെ ഒഴുക്കുള്ള സ്ഥലമായിരുന്നു. ആ പാലം മുട്ടിപ്പൊയ്ക്കൊണ്ടിരുന്ന നദിയാണ്. ഇപ്പോൾ എന്താണ്ട ഇങ്ങനെയായി, മരുഭൂമിയായി ഇടയ്ക്കിടയ്ക്ക്. കുഴപ്പമില്ല, ഒരു ടയർ വെള്ളത്തിൽ ഒരു ടയർ കരയിലും ഇറക്കി നമുക്കൊന്ന് ആടി നോക്കാം. ജീപ്പല്ലേ സാധനം, വെള്ളം കയറുമെന്നും കൂടെ നോക്കാം. എന്തായാലും ഇതാണ് ഈ ജീപ്പിൻ്റെ ആ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. വെള്ളത്തിൽ ഇറക്കുന്നു, കരയിൽ കയറ്റുന്നു, വെള്ളത്തിൽ ഇറക്കുന്നു, കരയിൽ കയറ്റുന്നു. പിന്നെ ആ കാണുന്ന അവിടെ ഒരു ചെറിയ വണ്ടി പോലൊരു സാധനം കണ്ട. അപ്പോൾ ആ സാധനം ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഈ കളറിൻ്റെ പേര് എന്തരോ പച്ചയെന്നാണ്. അപ്പോൾ എന്തിനാണെങ്കിൽ നമുക്ക് നോക്കാം. ഈ ഒരു സൈഡ് കയറ്റാൻ പോയപ്പം വണ്ടി ഇടിച്ച് ഗൈസ്. അത് കഴിഞ്ഞ് നമുക്ക് നൈസിന് അപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് ഒരു ടയർ ഇങ്ങനെ കയറ്റി വെച്ചൊരു വണ്ടി ചരിച്ച് നിർത്തുമല്ല, ആ ഒരു പരിപാടി നോക്കാം. ഇതാ ഇങ്ങനെ നിൽക്കണുണ്ട്. 5-6 സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്കിഷ്ടപ്പെട്ട ഈ ഒരു പോസെന്ന് പറഞ്ഞാൽ നമ്മളിനി മോഡൊക്കെ മാറ്റി വീലൊക്കെ തള്ളി ഇറങ്ങുമ്പം വണ്ടി വേറൊരു ലെവലാവും. പക്ഷെ വണ്ടി അവിടെ കൂടെ കയറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നേരെ പൊത്തുകൊണ്ട് പോയി ഇതുകൊണ്ടൊരു ചുവപ്പ് സാധനം കണ്ട ദൂരെ. അപ്പോൾ ആ സാധനത്തിൽ ഇടിച്ച് പൊട്ടിച്ച് പോയിൻ്റ് എടുത്തിട്ട് നമുക്ക് ഈ കാണുന്ന മല കയറണം ഗൈസ്. അതാണ് ഇന്നത്തെ ടാസ്ക്. അപ്പോൾ ഈ ജീപ്പ് കൊണ്ട് ഈ ഒരു മല കയറുമ്പോൾ ഒരു ടോപ്പ് സ്പീഡ് 100-150 പോവുള്ളൂ. ഇത്തിരി കടുപ്പമാണ്. മറ്റേ മല കയറാൻ മലയിട്ടാൽ മനസ്സിനുള്ളിൽ ആവേശം പാട്ടൊക്കെ പാടി വന്നതാണ്. പക്ഷേ മൂഞ്ചിപ്പോയി, മല അങ്ങനെ കയറിയില്ല ഗൈസ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഇടത്തോട്ടും വലത്തോട്ടും പിടിച്ചിട്ട് കയറ്റാൻ പറ്റുമോ എന്ന് നോക്കാം. സാധാരണ നമ്മൾ മലയൊക്കെ കയറാൻ നേരത്ത് അങ്ങനെ പിടിക്കുന്ന സമയത്ത് നമുക്ക് ടയർ ഒന്ന് റോട്ടിൽ തട്ടണ സമയത്ത് നമുക്ക് ഈ മല ഒന്ന് കയറ്റാൻ പറ്റും. അതാണ് ഈ ഒരു ഓഫ് റോഡ് വണ്ടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. പക്ഷേ എത്രയെന്നും പറഞ്ഞ് നമ്മൾ കയറ്റുകൂടെ. ഈ കണ്ടൽക്കാടൊക്കെ ഇടിച്ച് പറിച്ച് കിടന്നാലും ഇവിടെ കയറാം. ബാക്ക് ടയർ നല്ലപോലെ കറങ്ങണുണ്ട്. 4 ടയറും നമ്മളെ മലയിൽ പിടിച്ച് നിൽക്കണമുണ്ട്. വണ്ടി റിവേഴ്സ് ഇറങ്ങാതെ പിടിച്ച് പോകണുണ്ട്. എന്നാലും ഞാൻ ഇടത്തോട്ട് നല്ലപോലെ പിടിക്കണുണ്ട്. എവിടെ പോകാനാന്തോ വലത്തോട്ട് പിടിച്ചാലേ വണ്ടി തിരിഞ്ഞ് വരുള്ളൂ. അതുകൊണ്ട് വലത്തോട്ട് പിടിച്ച് ഒന്ന് കയറി നോക്കിയാണ് ഗൈസ്. എന്നാലും നടക്കണില്ല. സംസാരിച്ച് തൊണ്ടയൊക്കെ പോയി. വണ്ടി കോൺസെൻട്രേറ്റ് ചെയ്ത് ഓട്ടിയിരടാ എന്നതാ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഞാൻ മൈൻഡ് ചെയ്യാതെ ചുമ്മാ ഇത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ടയറൊക്കെ തീന്ന്. ഇനി ടയറൊക്കെ മാറണതിന് എത്ര രൂപയാവും? ഈ വണ്ടി തന്നെ ഇറക്കിയത് ഒരു തുക കൊടുത്താണ് ഇറക്കിയടേ. ഇനി ടയർ മാറണം, അതുപോലെ തന്നെ സസ്പെൻഷൻ മാറണം, കൂളിംഗ് ഒട്ടിക്കണം. ഇപ്പം പ്ലെയിൻ കൂളിംഗാണ്. ഈ വെയിലത്തൊക്കെ അടിച്ച് നിൽക്കും ഈ കൂളിംഗ് എന്ന് പറഞ്ഞാൽ. നമ്മളെ നാട്ടിൽ മാത്രമാണ് ഇപ്പോൾ ഈ കൂളിംഗ് പേപ്പറിൻ്റെ ഈ വിഷയമുള്ളത്. അപ്പം കൂളിംഗ് പേപ്പർ ഒട്ടിച്ചാൽ ഗ്ലാസ് പൊട്ടൂല, പൊട്ടിച്ച ആളെ ഇറക്കാൻ പറ്റൂല, അങ്ങനത്തെ ഉള്ള വിഷയങ്ങളാണ് അവർ പറയണത്. സത്യം പറഞ്ഞാൽ മറ്റേ അന്നത്തെ പീഡന കേസിലാണ് ഇത് അന്ന് വന്നത്. പക്ഷെ ഇപ്പോഴും അത് പിടിച്ച് നിൽക്കണമെന്ന് പറഞ്ഞാൽ ഗ്ലാസ് പൊട്ടിച്ച് വരാൻ പറ്റാത്ത എന്ത് സെറ്റപ്പ് എന്നാണ് പറയണത്. ആധികാരികമായിട്ട് എനിക്ക് അറിയത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ഒരു 40% ഒക്കെ വരണ ആ ഒരു സെറ്റപ്പ് ആക്കി, അതായത് 40% ബ്ലാക്ക് അല്ലെങ്കിൽ നമുക്ക് കസ്റ്റം ചെയ്യാൻ പറ്റുന്ന കളർ പറഞ്ഞ ഗ്ലാസ് നമുക്ക് മാറ്റിയാൽ വിഷയമില്ല എങ്കിൽ അതല്ലേ നല്ലത്. നമ്മൾ ഓടി വന്ന് കയറി വന്നപ്പോൾ നമ്മളെ കരുണാനിധിയുടെ സമയത്ത് ഉള്ള പാലമായതുകൊണ്ട്, പാലത്തിൻ്റെ കൈവരി ആയതുകൊണ്ട് ആ കൈവരി പൊട്ടിയില്ല ഗൈസ്. കേരളത്തിൻ്റെ ആയിരുന്നെങ്കിൽ എപ്പം പൊട്ടിയെന്ന് വെച്ചാൽ മതി. അങ്ങനെ ഞാൻ തിരിച്ചിറങ്ങിയതാ മലയുടെ സൈഡ് വാരം പിടിച്ചതാ ഇവിടുത്തെ പച്ചപ്പൊക്കെ ഇടിച്ച് മറിച്ചുകൊണ്ട് പോവുകയാണ് ഗൈസ്. ഇവിടെയും ഞാൻ പ്രകൃതിയെ തൊലിച്ചു ഗൈസ്. എന്തായാലും ചെറിയ പോവുകയാണ്. മറ്റേ ക്രാബ് വാക്ക് പോലെ ഇരിക്കുക കേട്ടോ. ഇതൊന്നൊരു ഹമ്മറാ. താഴോട്ട് ഇറങ്ങിപ്പോണം. ഇത്രയും കഷ്ടപ്പെട്ട് കയറി വെറുതെ. നിൻ്റെ ഡീസൽ പൈസ നിൻ്റെ കാര് തരും. നിൻ്റെയൊക്കെ അല്ലേ ഈ വണ്ടിക്കകത്തിരിക്കണം. വണ്ടിക്കകത്തിരിക്കണം ഞാൻ തന്നെ. എന്തായാലും കുഴപ്പമില്ല. ഇനി ഇവിടെ നിന്ന് ഒന്നേന്ന് വലിഞ്ഞ് കയറണം. ഇതും ക്രാബ് കയറ്റം തന്നെ കയറണം. ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ കയറിയാലേ ഓഫ് റോഡ് കയറാൻ പറ്റും. ഞാൻ ഒരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓഫ് റോഡ് കയറുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് പിടിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയറാൻ പറ്റും. മനസ്സിലായോ? കണ്ട, വലത് ഇടത് ഒന്നുകൂടെ വലത് പോവില്ല. ഇനി പതുക്കെ മുകളിലോട്ട് പോവേണ്ടതാണ് ഗൈസ്. ഇനി നമ്മൾ താഴോട്ട് പോയാൽ നമ്മൾ ശരിക്കും മുകളിലോട്ട് പോകും. കടുത്ത് നിൽക്കുകയാണ് വണ്ടി. ഇനി ഫുള്ള് ഇത് മോഡ് ചെയ്ത് പൊളിക്കുക വണ്ടി. പവർ എഞ്ചിൻ മാറ്റണം, ഫുള്ള് മാറ്റണം. വീലൊക്കെ നോക്കി. ഇപ്പോൾ ഈ കണ്ട വീല് കണ്ട, ഈ വീലൊന്നുമല്ല. വണ്ടി എടുത്ത ഫസ്റ്റ് ഞാൻ പോയി വീലാണ് മാറണം ഗൈസ്. നിങ്ങളും അതുപോലെ തന്നെ. ഇവിടെ നിന്ന് പൊത്ത് കീറി ആ മൂലയ്ക്കൂടെ പോയി അവിടെ ഒരു ചെറിയ വഴിയുണ്ട്. ആ മാപ്പിൽ നിങ്ങൾ നോക്കിയാണ് നോർത്ത് നിന്ന് കാണിക്കുന്നുണ്ട്. അവിടെ പോയി കയറുന്ന ഒരു ഷോർട്ട് കട്ട് പണ്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി നോക്കാം. അവിടെ ആ വഴി ഉണ്ടെങ്കിൽ നമുക്ക് അതുവഴി കയറുന്നതായിരിക്കും നല്ലത്.
നമുക്ക് മിഷനൊക്കെ കളിക്കാനുള്ളതാണ്. ഇവിടെ കിടന്ന് ഇങ്ങനെ ഓട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാ ഒരു വഴി ഇത് തന്നെ വഴി വാറപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വലിയ മറ്റേ ഹാഷ് ബാക്ക് സെഡാനൊക്കെ കൊണ്ടുവന്നാൽ ചറക്കി ഇറങ്ങി പോകും. ഇതുപോലെ ഓഫ് റോഡർ കൊണ്ടുവന്നിട്ടേ കാര്യമുള്ളൂ. ഇതാ കണ്ട കയറി പോണ കണ്ട. ഇവിടെ നിന്ന് നേരെ നമുക്ക് മെയിൻ റോഡിൽ വളഞ്ഞിറങ്ങാം ഗൈസ്. അടിപൊളി സെറ്റ്. ഈ സാധനം എന്ന് പറഞ്ഞാൽ മെയിൻ റോഡിൽ വട്ടിക്കാനുള്ള അല്ലടേ, ഇത് ഓഫ് റോഡ് പോകാനുള്ള സാധനമാണ്. പക്ഷേ നമുക്ക് മിഷൻ കളിക്കണമെങ്കിൽ മെയിൻ റോഡ് പോയേ പറ്റുള്ളൂ. കൺട്രോളിംഗ് ഒന്നും വലിയ വിഷയമില്ല. ഇതിന് മുമ്പ് ഒരു ഫോർഡിൻ്റെ ഒരു സാധനം കിട്ടിയടാ. അത് ഇങ്ങോട്ട് പിടിക്കുക അങ്ങോട്ടോ. നമ്മൾ 1 മൈലുള്ളിടത്ത് വണ്ടി ഓടിച്ച് പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ 300 മീറ്റർ ഉള്ളിടത്ത് നമ്മൾ ഷോർട്ട് കട്ട് വഴി പോകും. അതാണ് ആ സാധനം. ഇവിടെ ഫുള്ള് മറ്റേ മലയും പച്ചപ്പും തന്നെ. വേറെ കൃഷിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് കണ്ട ഒരു നേരത്തെ ഇത് തന്നെ മറ്റേ സൈഡ് കമ്പിയിൽ ഇപ്പോൾ ഇടിച്ചേനെ, പക്ഷേ ഇടിക്കാതെ പോവുകയാണ് ഗൈസ്. എന്താണെന്ന് നോക്കാം. പൊത്ത് കീറി പോകണോണ്ട് നമ്മൾ ഗെയിം വാങ്ങിച്ചപ്പം, അതായത് ഗെയിം ഡൗൺലോഡ് ചെയ്തപ്പോൾ ഉള്ള ആ ഒരു സെറ്റപ്പല്ല ഇപ്പം നമ്മൾ കൺട്രോളൊക്കെ നല്ല സെറ്റായിട്ട് കളിക്കുന്നുണ്ട്. പൊത്ത് കീറി പോയി കിടന്ന് വളച്ചാലും നേരെ ഇതുപോലെ പഴയ പോലെ തന്നെ ഇടിച്ച് കയറി പോകുന്നുണ്ട്. ഓഫ് റോഡർ ആയതുകൊണ്ട് വലിയ വിഷയമൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ ഓടിയ അല്ലെങ്കിൽ നമ്മുടെ പോർഷയൊക്കെയായിരുന്നു ഇപ്പോൾ ബമ്പർ അവിടെ ഊരി വീണാനെ. എന്തായാലും ഇതാണ് മലനിരകൾ. അത് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ കണ്ടവൻ്റെ വണ്ടി തട്ടാതെ നമ്മൾ നൈസിനൊക്കെ പോകണം. 4200 എന്തെങ്കിലും പോയിൻ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടും കേട്ടോ. വെറുതെ ഓട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. സൈഡ് നോക്കി ഓട്ടിച്ചാൽ വല്ലതും കിട്ടും. അങ്ങനെ ഇങ്ങനെ കുറേ ഉണ്ട്. ഇതിൻ്റെ മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ മിഷൻ കളിച്ചാലേ അടുത്ത മിഷൻ വരുള്ളൂ. അവനെ ഇടിച്ചിനിയും കുഴപ്പമില്ല. അത് മറ്റേ വണ്ടി തന്നെ കുഴപ്പമില്ല. അതിന് വല്ലതും കൊടുക്കാൻ 100 നമുക്ക് അയച്ചു കൊടുക്കടെ. ആ സർക്കാരിൻ്റെ കമ്പി ഇടിച്ച് പൊട്ടിച്ച് പോട്ടെ. നല്ല രസമുള്ള സ്ഥലമല്ലേ. എവിടെ എന്തോ കാശ്മീരാടേ. കാശ്മീർ ഇത്ര പച്ചപ്പുണ്ടാ. എന്തായാലും കുഴപ്പമില്ലടേ, പോയി നോക്കാം. ഞാൻ എവിടെയും നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ വണ്ടിക്കകത്തിരുന്ന് സംസാരിക്കുകയാണ്. അതാണ് നിങ്ങൾ എന്നെ കാണാത്തത്. ഇവിടെ അവന് ക്യാമ്പ് ചെയ്യാൻ വേണ്ടി വണ്ടി കൊണ്ടിട്ടേക്കണം കേട്ടോ, ക്യാരവാനൊക്കെ. നമുക്ക് ഈ ഓഫ് റോഡ് വഴി പൊത്ത് കയറി പോവാടെ. എനിക്ക് മെയിൻ റോഡ് വഴി ഓട്ട് ചെയ്യാനൊന്നും വയ്യ. അപ്പം നേരെ ഒരു ടേണിനുമേ നമ്മൾ അവിടെ എത്തിയാലേ നടക്കുകയുള്ളൂ. ഇത് അപ്പച്ചി എന്തൊരിത് കൊടുത്തി ഗർത്തം. അടിപൊളി. ഇതെന്തരി മുകളിൽ നിന്നൊക്കെ ഒന്ന് വീണ ആരെങ്കിലും പറക്കി എറിഞ്ഞതാ. അങ്ങനെ അതൊക്കെ പറക്കി മാറ്റിയിട്ട് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് വീണ്ടും ഇറങ്ങി. ഇവിടെ നിന്നൊരു 100-110 നമ്മളൊരു പൊളിക്കും. 4ാമത്തെ ഗിയറിൽ 76, 78, 80 ആ റേഞ്ചിലൊക്കെയാണ് പോണത്. ഇത് കയറാൻ ഭയങ്കര പാടാണ്ട് വണ്ടി. 4ാമത്തെ ഗിയർ നടത്ത് 5 ഇടാൻ ഭയങ്കര പാടാണ്. 6ാമത്തെ ഗിയർ ഉണ്ടാകുന്ന പോലും എനിക്ക് അറിഞ്ഞൂടാ. അതിനി മാറിയാലേ അറിയാൻ പറ്റുള്ളൂ. കാരണം ഇങ്ങനെ പോവുകയാണ് 100, 50, 100 ഇടിച്ച് കണ്ട. കൺട്രോളിങ് എന്നുള്ള സാധനം 100 കയറിയാൽ നമ്മളെ കയ്യിൽ നിൽക്കൂലടേ. അതാണ് കുഴപ്പം ഇതിൻ്റെ. അല്ലാത്ത പക്ഷം സെറ്റാണ്. നമ്മൾ ആ പയ്യൊക്കെ പോകുമ്പോൾ നമുക്കിങ്ങനെ ഓടിച്ചെടുക്കാനൊക്കെ കൊള്ളാം. ഇതിൻ്റെ ഇനി ഒരു 6x6 ഉണ്ടോ. ഇത് 4x4 അല്ലേ. 6x6 ബെൻസിൻ്റെ ഒരു സാധനമുണ്ട്. അത് അന്യായ സാധനമാണ്. ആ ഒരു സാധനം കിട്ടിയാൽ നമുക്കൊരു അന്യായ പൊളി വിളിക്കാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു ഇതിട്ടുന്നടേ മറ്റേ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട്. നിങ്ങളിഷ്ടപ്പെട്ട വണ്ടി പറയൂ, ഞാൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പേരൊക്കെ ഓരോന്നും പറഞ്ഞു. പിന്നെ പൈസ തീർന്നോണ്ട് ഞാൻ നൈസിന് അതിനങ്ങ് ഡിലീറ്റ് ചെയ്തു. പണ്ട് ആ സിവിക്കൊക്കെ ചോദിച്ചത്. സിവിക്കൊക്കെ ഉണ്ട് അതിനകത്ത് ടൈപ്പ് 6 എഡിഷൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ BMW M5 ഒരെണ്ണം ഞാൻ വീലൊക്കെ മാറ്റി പണി ചെയ്ത് ഫുള്ള് സ്പെക്ക് മാറ്റി. എഞ്ചിൻ മാറ്റി, സസ്പെൻഷൻ മാറ്റി, എയർ ഫിൽട്ടർ മാറ്റി. ടർബോയൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റേ ഇങ്ങനെ കാല് കൊടുക്കും മറ്റേ സൂപ്പറായി മറ്റേ ടർബോ ഇത് ചെയ്യൂലേ സൗണ്ട്, അത് ചെയ്യുമ്പോലെ നമ്മുടെ BMW M5 ചെയ്യും. അതിൻ്റെ വീഡിയോ ഒക്കെ ഉടനെ തന്നെ ചെയ്യണമുണ്ട്. ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഗൈസ്. നമുക്ക് ഇങ്ങനത്തെ വീഡിയോ തന്നെ ചെയ്യാം. ഇനി എനിക്ക് വയ്യടായി നേരത്തെ വോട്ട് ചെയ്യാൻ. ഞാൻ ഇനി കാട്ടുവാക്കിലൂടെ ഇറങ്ങി പോകാൻ പോകും ഗൈസ്. ഇതിനെ ഞാൻ കൊണ്ട് അടിച്ച് മറിച്ചിട്ടിട്ട് വണ്ടി പെയിൻറ്റ് ചെയ്തിറക്കാം. ഏത് പെയിൻറ്റ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആ പെയിൻറ്റ് ഇറക്കാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.